ഈ റൗണ്ടിൽ സ്വരാജ് ലീഡ് 146 വോട്ടിന് ലീഡ് എടുക്കുന്നു. 9ാം റൗണ്ടിൽ സ്വരാജിന് ലീഡ് ആദ്യമായിട്ടാണ് പോർത്തുഗലില് 9ാം റൗണ്ടിൽ സ്വരാജ് ലീഡ് എടുക്കുന്നത്. സ്വരാജ് 3614 വോട്ടുകൾ നേടിയിരിക്കുന്നു. ഷൗക്കത്ത് 3407 വോട്ടും. അപ്പൊ ആദ്യമായി 9ാമത്തെ റൗണ്ടിലെത്തുമ്പോൾ എം സ്വരാജ് ലീഡ് എടുക്കുന്നു. LDF ശക്തി കേന്ദ്രങ്ങളിൽ വിചാരിച്ച നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും എം സ്വരാജ് 146 വോട്ടിന് നേരിയ ലീഡ് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ചെറിയ തോതിൽ ഒന്ന് കുറഞ്ഞു എന്ന് പറയാം. പക്ഷെ എന്നാലും UDF അങ്കലാപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് UDF ഭയപ്പാടൊന്നും ഉണ്ടാക്കുന്നു പറയാൻ കഴിയില്ല. 9ാം റൗണ്ടിലെത്തുമ്പോൾ സ്വരാജ് ഒരു ലീഡ് 207 വോട്ടുണ്ട്. 207 വോട്ട് ലീഡാണ് സ്വരാജ് ആകെ എടുക്കുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള കൃത്യതയുള്ള വിവരങ്ങൾ ആവശ്യമുണ്ട്. ആകെയുള്ള ലീഡിൽ എന്തുമാത്രം മാറ്റമെന്നാണ് ഇനി അറിയേണ്ടത്. 38,257 വോട്ടുകൾ ഇതുവരെ നേടിയിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് എവിടേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് അറിയണം. എന്തായാലും ആദ്യമായിട്ടാണ് എല്ലാ റൗണ്ടിലും PV അൻവറായി ആര്യാടൻ ഷൗക്കത്താണ് ലീഡെടുത്ത് പോകുന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യമായി 207 വോട്ട് ലീഡ് 9ാമത്തെ റൗണ്ടിൽ സ്വരാജ് എടുക്കുന്നു. 3614 വോട്ടാണ് സ്വരാജ് ഈ റൗണ്ടിൽ നേടിയത്. ഷൗക്കത്തിന് 3407 വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. 3407 വോട്ട് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. 9ാം റൗണ്ടിൽ സ്വരാജിന് നേരിയ ലീഡ് മാത്രം ആണ് ഉള്ളത്. എങ്കിൽ പോലും സ്വരാജ് സ്വന്തം ജന്മനാടായ പോത്തുകൽ പഞ്ചായത്തിന്റെ 2ാം റൗണ്ട് എണ്ണുമ്പോൾ ഇത്രയും ലീഡ് നേടുക, അതായത് 207 വോട്ടിന്റെ ലീഡ് നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ആദ്യമായി ലീഡ് ഉയർത്തിയിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ലീഡ് കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അത് LDF ഒട്ടും ആശ്വാസദായകമായ കാര്യമല്ല. കാരണം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ 100, 200, 300 വോട്ടിന്റെ ലീഡ് നേടുക എന്നുള്ളത് 10ാം റൗണ്ട് ചുങ്കത്തറ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അസ്ലം ചുങ്കത്തറ UDF വലിയ പ്രതീക്ഷയുള്ള സ്ഥലമല്ലേ? പ്രതീക്ഷയുള്ള സ്ഥലമാണ്. അതേസമയം 1000 വോട്ട് മാത്രമേ അവർ കണക്കിൽ എടുത്തിട്ടുള്ളൂ. പോത്തുകളിൽ 1500 പ്രതീക്ഷയെടുത്ത് 600 എത്തിയിരിക്കുന്നു. കാരണം ഒരു റൗണ്ടിൽ 2ാമത്തെ റൗണ്ടിൽ സ്വരാജ് ലീഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് 600 എത്തിയിരിക്കുന്നു. അവിടെ പ്രതീക്ഷത്ര ഭൂരിപക്ഷം പോത്തുകളിൽ കിട്ടിയിട്ടില്ല. ചുങ്കത്തറയിൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ UDF പരമ്പരാഗത വോട്ടുകളാണെങ്കിലും അവിടെ കുറച്ച് വോട്ടുകൾ ചുങ്കത്തറയിൽ PV അൻവർ പിടിക്കും. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറച്ച് വോട്ടുകൾ പിടിക്കുമെന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അത്ര ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ചുങ്കത്തറ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുങ്കത്തറയിൽ നിന്ന് എത്ര കിട്ടും, അവിടെ നിന്ന് PV അൻവർ എത്ര പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ 10-11 റൗണ്ടുകൾ നിർണായകമാണ്. പോത്തുകളിൽ പ്രതീക്ഷത്ര ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 12,000 മുകളിലേക്ക് എന്ന കാര്യത്തിലേക്ക് പോകുന്നതിന് അവർക്ക് കഴിയില്ല. 10,000 താഴെ അല്ലെങ്കിൽ 10,000 റൗണ്ട് ചെയ്തുകൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് വിജയത്തെ അവർ വെല്ലുവിളിക്കാൻ സ്വരാജിനായിട്ടില്ലെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ PV അൻവറിന് ഒന്നാമതായി കഴിഞ്ഞു. രണ്ടാമത് ഈ ഘട്ടത്തിൽ പോത്തുകളിൽ സ്വരാജ് ഒരു റൗണ്ടിലെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തി എന്നുള്ളതും അവരുടെ കണക്കുകളുടെ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളുടെ എണ്ണം പ്രതീക്ഷ വോട്ടുകളുടെ എണ്ണം കുറയ്ക്കുന്നതാണ്. എന്തായാലും ചുങ്കത്തറ നിർണായകമാണ്. ചുങ്കത്തറയിൽ 1000 വോട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കുടിയേറ്റ മേഖലയിൽ നിന്നും ക്രിസ്ത്യൻ മേഖലയിൽ നിന്നും PV അൻവർ വോട്ട് പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചുങ്കത്തറ എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് മോഹൻ ജോർജ് പ്ലേസ് ചെയ്യുന്നതിലൂടെ BJP പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ നിന്ന് പോകുമോ എന്ന് അറിയേണ്ടതും ഈ വരാനിരിക്കുന്ന 2 റൗണ്ടുകളുടെ പ്രത്യേകതയാണ്. എന്തായാലും 1000 വോട്ട് കൂടി പ്രതീക്ഷിക്കുന്നു. അവിടെ 2 കാര്യമുള്ളത്. ഒന്ന് PV അൻവർ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. 2 BJP സ്ഥാനാർത്ഥി എത്ര വോട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്.